ബഷീർ കഥകളിലെ പെണ്ണുങ്ങൾ. ചിരിയും ചിന്തയും നിറഞ്ഞ സ്നേഹതീരങ്ങൾ. രചന അനിൽ മണ്ണത്തൂർ. മലയാള സാഹിത്യത്തിലെ സുൽത്താനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. സാധാരണക്കാരുടെ ഭാഷയിൽ നാടൻ ശൈലിയിൽ കഥ പറഞ്ഞ് അദ്ദേഹം ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചു. ബഷീറിന്റെ കൃതികളിൽ പ്രകൃതിയും മൃഗങ്ങളും മനുഷ്യരുമെല്ലാം ഒരേ ലയത്തിലാണ് ജീവിച്ചത്. ആ ലോകത്ത് ഏറ്റവും മനോഹരമായി അദ്ദേഹം വരച്ചിട്ടത് സ്ത്രീ കഥാപാത്രങ്ങളെയാണ്. ഒട്ടും കൃത്രിമത്വമില്ലാത്ത നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ പെണ്ണുങ്ങൾ. ബഷീറിന്റെ പെണ്ണുങ്ങൾ വെറും നിഴലുകളല്ല. അവർക്ക് സ്വന്തമായി ശബ്ദമുണ്ട്, മൂർച്ചയുള്ള ചിന്തകളുണ്ട്, അതിലുപരി അളവറ്റ സ്നേഹവുമുണ്ട്. പ്രണയവും ദാരിദ്ര്യവും വിരഹവും എല്ലാം അനുഭവിച്ചവരാണവർ. എങ്കിലും ജീവിതത്തെ നോക്കി ചിരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ബഷീറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺരൂപമാണ് ബാല്യകാല സഖിയിലെ സുഹറ. പ്രണയത്തിന്റെ നിഷ്കളങ്കതയും വിരഹത്തിന്റെ നൊമ്പരവും ഒരുപോലെ ചേർന്നവളാണ് സുഹറ. മജീദിനോടുള്ള അവളുടെ പ്രണയം വളരെ സ്വാഭാവികമായിരുന്നു. ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും നടുവിലും അവൾ മജീദിന്റെ ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒടുവിൽ ജീവിതത്തോട് പൊരുതി തോറ്റ് അവൾ യാത്രയാകുമ്പോൾ വായനക്കാരുടെ കണ്ണുകളാണ് നിറയുന്നത്. മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ഫാത്തിമ. പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിൽ സ്വന്തം ഉമ്മയും പെങ്ങന്മാരുമെല്ലാം നിറഞ്ഞാടുകയാണ്. സ്വന്തം ആടിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പാത്തുമ്മയും കുടുംബത്തിലെ ചെറിയ വഴക്കുകളും സ്നേഹപ്രകടനങ്ങളും എല്ലാം മലയാളിക്ക് ഒട്ടും അപരിചിതമല്ല. അപ്പോഴേക്കും പെണ്ണുങ്ങൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് വന്നു എന്ന് ബഷീർ എഴുതുമ്പോൾ മലയാളി വീട്ടകങ്ങളിലെ യഥാർത്ഥ പെൺകൂട്ടായ്മയാണ് അവിടെ തെളിയുന്നത്. അതുപോലെ തന്നെ മറക്കാൻ കഴിയാത്തതാണ് മതിലുകളിലെ നാരായണി. ജയിലിന്റെ മതിലുകൾക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് പ്രണയിച്ച നാരായണിയും ബഷീറും മലയാളത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയ ചിത്രമാണ്. പരസ്പരം കാണാതെ ശബ്ദം കൊണ്ട് മാത്രം പ്രണയിച്ച നാരായണി ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും കാണുമോ, എനിക്ക് പേടിയാ. എന്നാൽ ആ പേടിയിലും അവൾ പ്രണയം കാത്തു സൂക്ഷിച്ചു. വിമോചനത്തിന്റെ നാളിൽ ജയിലിന് പുറത്തേക്ക് പോകുമ്പോൾ നാരായണിയെ കാണാൻ കഴിയാത്ത ബഷീറിന്റെ സങ്കടം വായനക്കാരൻ്റേത് കൂടിയായി മാറുന്നു. ശബ്ദങ്ങൾ എന്ന കൃതിയിലെ പെണ്ണുങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ളവരാണ്. യുദ്ധവും പട്ടിണിയും വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിട്ട സ്ത്രീകളുടെ നൊമ്പരം ബഷീർ ആഴത്തിൽ തൊട്ടറിയുന്നുണ്ട്. അവിടെ സ്ത്രീ വെറുമൊരു ഭോഗവസ്തുവല്ല, മറിച്ച് സമൂഹത്തിന്റെ ക്രൂരതയ്ക്ക് ഇരയായവളാണ്. ബഷീർ കണ്ട പെണ്ണുങ്ങളെല്ലാം ജീവിതത്തോട് പൊരുതുന്നവരായിരുന്നു. അനർഘ നിമിഷത്തിലെയും പ്രേമലേഖനത്തിലെയും പെണ്ണുങ്ങൾക്കെല്ലാം ഒരേ സമയവും പ്രണയവും തൻ്റെടവുമുണ്ട്. പ്രേമലേഖനത്തിലെ സാറാമ്മ കേശവൻ നായരോട് പറയുന്ന പല കാര്യങ്ങളും ഇന്നും പ്രസക്തമാണ്. സാറാമ്മയ്ക്ക് സ്വന്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. കൃത്രിമമായ ഒരു ചട്ടക്കൂടിലും ബഷീർ തന്റെ സ്ത്രീകളെ തളച്ചിട്ടില്ല. അവർ ഉറക്കെ ചിരിച്ചു, വഴക്കിട്ടു, സ്നേഹിച്ചു, കരഞ്ഞു. സമൂഹത്തിലെ കപട സദാചാരങ്ങളെ തച്ചുടയ്ക്കുന്ന ചിന്തകൾ ആ നാടൻ പെണ്ണുങ്ങളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബഷീർ കഥകളിലെ പെണ്ണുങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് ഒട്ടും അന്യത തോന്നാത്തത്. അവർ നമ്മുടെ അമ്മമാരായോ പെങ്ങന്മാരായോ കാമുകിമാരായോ ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നു. ചിരിയിലൂടെ ചിന്തിപ്പിക്കാനും ചിന്തയിലൂടെ ഹൃദയം നനയ്ക്കാനും ബഷീറിന്റെ പെണ്ണുങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് ആ കൃതികളുടെ അമരത്വത്തിന് കാരണവും.